ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. 2026 ജനുവരി 9 പൊങ്കൽ റിലീസിനായെത്തുന്ന തളപതി വിജയ് നായകനായെത്തുന്ന ചിത്രമാണ് ജനനായകൻ. അതിൻ്റെ ഹിന്ദി ജനനേത. ആ സിനിമയിലെ ഒരു പേര് വരലാറ്, അതായത് ഹിന്ദിയിൽ വരുമ്പം ജിയ തേരെ ഹി സഹാരെ, അതിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ നോർത്ത് സൈഡിൽ നിന്നും ഭയങ്കര റിയാക്ഷനും ഭയങ്കര സപ്പോർട്ടുമാണ് പാട്ടിന് വരുന്നത്. അവരും ഭയങ്കര ഗൂസ് ബംസ് ആയിട്ട് നിൽക്കുകയാണ്, ഭയങ്കര സപ്പോർട്ടീവാണ്. അപ്പോൾ ആ ഒരു ഹിന്ദി വേഷം നമുക്കൊന്ന് റിയാക്ട് ചെയ്യാം. പിടിച്ചിട്ട് ഞാൻ എല്ലാത്തിൻ്റെ ഹിന്ദിയിലും പാട്ടുകളാ കേട്ടാ. ആ തമിഴ് വൈബ് തന്നെ അടിക്കുന്നുണ്ട്. ആ ഒരു കിക്ക്, ആ ഒരു വ്യൂ, ആ ഒരു ലിറിക്സും അതൊക്കെ തമിഴ് വൈബ് അടിക്കുന്നുണ്ട്. ആൻഡ് തളപതി വിജയുടെ ആ പ്രസൻസും അതിലൊക്കെ കാണുമ്പോൾ ജന്നേത ജിയാ തേരെ ഹി സഹാര മൈ ഐ രാജ. ഇതിലും എന്താ പറയുക, വിശാൽ മിശ്ര പാട്ട് പാടിയിട്ടുണ്ടാണ്. ലിറിക്സ് റിതേഷ് ജി റാവ് ആണ് ഹിന്ദി ലിറിക്സ് ചെയ്തിട്ടുള്ള. അനിരുദ്ധിൻ്റെ മ്യൂസിക്കും പാട്ട് എനിക്ക് ഉള്ള പറയാമല്ലോ, തമിഴ് കേട്ടതുപോലെ തന്നെ തോന്നുന്നു. ആ ഒരു ഗൂസ് ബംസ്, അഡ്രലൈൻ റഷ്, ആ ഒരു മാസ് ഫീല് അതേപോലെ തന്നെ ഉണ്ട്. ആ ലിറിക്സ് കേൾക്കുമ്പോഴും രാജ, സേനാപതി, വിനായ്, അങ്ങനത്തെ എല്ലാ എന്താ പറയുക വാക്കുകളും കാര്യങ്ങളും, തളപതി സ്ക്രീൻ പ്രസൻസ്, ഡാൻസ്, ഇതിൻ്റെ ഇടയിൽ അനിരുദ്ധിൻ്റെ കത്തിക്കല്. ജനുവരി 9 കത്തിക്കലല്ല നേതാ ഉള്ളത് പറയാനല്ല ഗൈസ്. ഭയങ്കര വെയിറ്റിംഗ് ആണ് ജനനായകന്. കാരണം ലാസ്റ്റ് പടം കൂടെ ആയതുകൊണ്ട് മാത്രമല്ല, തളപതിയുടെ വിജയുടെ ഒരു പടം വരുമ്പോൾ വെയിറ്റിംഗ് ഒക്കെ ഉണ്ട്. ഡാൻസ് കളിക്കുന്ന ഡാൻസ് കാണും, ആ ഒരു എൻജോയ്മെൻറ്റ്, ആ ഒരു എന്താ പറയുക, ആ ഒരു ഗൂസ് ബംസ് ഫീൽസ് ഒക്കെ ഇപ്പോഴേ അടിക്കുന്നുണ്ട് പുള്ളി. കാരണം ഇപ്പോൾ ജനുവരി 9 സിനിമ റിലീസ് ചെയ്യുന്നു. ആൻഡ് ജനുവരി 3 ശനിയാഴ്ച ട്രെയിലർ റിലീസ് ചെയ്യുന്നു ഈവനിങ് 6:45. ആൻഡ് ഭയങ്കര എക്സ്പെക്റ്റേഷനിലാണ് സിനിമ കാണാൻ പോകുന്നത്. കാരണം എനിക്ക് വാട്ട് എവർ പൊളിറ്റിക്കൽ സിനിമ, ആക്ഷൻ സിനിമ, തളപതിയെ കാണണം. തളപതി എന്താണ് പുള്ളി അവിടെ ചെയ്തേക്കുന്നത് എന്ന് കാരണം ഒരു ഫെയർവെൽ സിനിമയാണ്. പുള്ളി ഇനി വരുമോന്നൊന്നും ഒരു ഉറപ്പുമില്ല. അങ്ങനത്തെ ഒരു സിനിമയാണ്. കാരണം അങ്ങനത്തെ സിനിമ മീൻസ് അങ്ങനെയാണ് പുള്ളി ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. ഓഡിയോ ലോഞ്ചൊക്കെ കണ്ട് ടെൻഷൻ അടിച്ച് എനിക്ക് കണ്ണും കയ്യും കാലും അങ്ങനെ ഒന്നുമില്ല. അമ്മ ഒരു ടെൻഷൻ അടിച്ചു പോയി. കണ്ടു നോക്കണം ഇനി തിരിച്ചു വരുമോ ഇല്ലയോ. തിരിച്ചു വരുമുണ്ട്, പലരും പറയുന്നത് തിരിച്ചു വരുന്നു സിനിമയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ പൊളിറ്റിക്സിൽ തോറ്റാൽ തിരിച്ചു വരുന്നു. എനിക്ക് തോന്നുന്നില്ല ഗൈസിന് തിരിച്ചു വരുമോ ഉണ്ടായിരിക്കുമെന്ന്. പക്ഷെ എന്തായാലും പോകുന്നതിന് മുന്നേ ഒരു 1.5 പോക്ക് പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം തളപതി. അപ്പോൾ അതിന് തടയിടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ചെയ്തു കൊടുക്കുന്നു. 3-4 സിനിമകൾ ഇറക്കുന്നു, ഓഡിയോ ലോഞ്ചിൻ്റെ ഇടയിൽ സ്ക്രീൻ കയറ്റുന്നു, എന്തൊക്കെ. അത് നിങ്ങൾക്ക് ഞാൻ ആരെയാണ് ഉദ്ദേശിച്ചത് എന്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ കേരളത്തിലൊരു PR വർക്കുകളൊക്കെ തുടങ്ങി പരാശക്തി പൊക്കിയടിക്കാൻ വേണ്ടിയിട്ട്. ഒരു വേലയും നടക്കൂല ഗൈസ്. ആരെല്ലാം അറിയാത്ത ആളാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നെഗറ്റീവ് ഡിസാസ്റ്റർ ഗോട്ടിനൊക്കെ ചുമ്മാ ഇവിടെ കിടന്ന് ഓടിയ പടമാണ് ഗോട്ടൊക്കെ. അത് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. ഈ നെഗറ്റീവ് എന്ന് പറഞ്ഞ് തള്ളിയവന്മാർ വന്ന് തന്നെ പോയി കണ്ടവന്മാരുണ്ട്. അതായത് സ്വന്തം നടന്ന FDFS കാണാത്തവന്മാരാണ് നെഗറ്റീവ് എന്ന് പറഞ്ഞ വിജയുടെ പടം പോയി ആ ദിവസം കണ്ടത്. അത് നിങ്ങൾക്ക് ആ കഥയൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആ ചുട്ടു വിദ്യ ഒന്നും ഇവിടെ ഇറക്കണ്ട. അങ്ങേര് വരും, അങ്ങേര് പൊളിച്ചിട്ട് അടക്കിയിട്ട് പോകും, അത്രേ ഉള്ളൂ. നിങ്ങൾ ഇപ്പോൾ ടു ബി ഓണസ്റ്റ് എല്ലാവരും അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് സിനിമയ്ക്ക് പറഞ്ഞത്. റിവ്യൂ ഒക്കെ രണ്ടാമത് വരും. എല്ലാവരും പടത്തിൻ്റെ റിവ്യൂ ആണ് ഫസ്റ്റ് വരുന്നത്. തളപതി ഫസ്റ്റ് വരും, റിവ്യൂ ഒക്കെ സെക്കൻഡ് വരും. ആൻഡ് കണ്ടുനോക്കാം എങ്ങനെയാണ് പടം വരുന്നതെന്ന്. ആൻഡ് പാട്ടൊക്കെ ഇത് അനിരുദ്ധ് പറഞ്ഞിട്ടുണ്ട്, ട്രിബ്യൂട്ട് ടു വിജയ് സാർ ആയിരിക്കും ഈ പടത്തിലെ പാട്ടുകാരെങ്കിൽ. എൻ്റെ വിജയ് സാറിന് ഞാൻ കൊടുക്കുന്ന ട്രിബ്യൂട്ട് ആയിരിക്കും. കത്തിക്കലൊക്കെ ഉണ്ട്, അതിലൊരു രാവണമ ഉണ്ടാകുന്നൊരു പാട്ടുണ്ട്. അത് അനിരുദ്ധ് അത് ഇറക്കി വിട. അനിരുദ്ധ് എപ്പോൾ നീ ഇറക്കും?